ആളുകള് പിന്നെ ചിന്തിക്കേണ്ടത് ചിന്തിക്കില്ല, കാണേണ്ടത് കാണൂല, കേൾക്കേണ്ടത് കേൾക്കൂല. അതാണ് നമ്മളെ നാടിന്റെയും ആളുകളുടെ അവസ്ഥ. പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കാണ് ഈ ഒരു ഒരു തിമിരം ബാധിച്ചൊരു സാഹചര്യം പലപ്പോഴും ഉള്ളത്. ഇതുപോലുള്ള ബഹിരാകാശ യാത്രകൾ, അപ്പൊ നമ്മൾ ഈ ബഹിരാകാശ യാത്ര ചർച്ച ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച ഒരു സംഘമാണല്ലോ ഈ 4 പേരെന്ന് പറയുന്നത്. എന്നിട്ട് അവർ വളരെ സുരക്ഷിതമായി തിരിച്ച് എത്തും ചെയ്തു. എത്തിയ ശേഷം അവർ നടത്തിയ പ്രതികരണം, അപ്പൊ ആ പ്രതികരണത്തില് ഒരു വലിയ ആശയുണ്ട്. പക്ഷെ അത് നമ്മളെ പത്രങ്ങൾ സാധാരണ ബഹിരാകാശ യാത്ര നടത്തി തിരിച്ചു വന്നാല് അവരെ കുറിച്ച് ഒരുപാട് ഫീച്ചറുകൾ, മുഖപ്രസംഗങ്ങളൊക്കെ നമ്മളെ മലയാള പത്രങ്ങൾ, നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്, ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇത് ഇങ്ങനെ ഒരു വിഷയത്തെ വെച്ചുകൊണ്ട് ഇവര് തിരിച്ചു വന്ന ശേഷം പറഞ്ഞ വാചകങ്ങൾ, അതിനെ ഒന്ന് വിശകലനം ചെയ്ത് പിന്നെ ആ വിഷയങ്ങൾ അങ്ങനെ കൊണ്ടുപോകാൻ നമ്മളെ മീഡിയകൾക്ക് എത്രത്തോളം സാധിക്കും. അവർ പറഞ്ഞ വാചകങ്ങൾ നമ്മളൊന്ന് പറഞ്ഞു പോകണം എന്ന് തോന്നുന്നു. അത് അത്രക്ക് പ്രധാനമാണ്. അവർ പറഞ്ഞതാണ്, യാത്രക്ക് മുമ്പ് ഇത് ഭൂമിയിലെ ഏറ്റവും വലിയ സ്വപ്നം പോലെ തോന്നും. എന്നാൽ ബഹിരാകാശത്തെത്തിയാൽ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും അടുത്തേക്ക് എത്രയും പെട്ടെന്ന് മടങ്ങാനാണ് ആഗ്രഹം. മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കുന്നത് വളരെ പ്രത്യേകതയുള്ള അനുഭവമാണ്. ഇത് വളരെ വികാരാധീനനായിട്ട് കമാൻഡർ റീഡ് വൈസ്മാൻ എന്ന ആ സംഘത്തിലുള്ള ആള് പറഞ്ഞാണ്. അതായത് ഭൂമിയാണ് വിടുമ്പോ ഭൂമിക്ക് വരാനാണ് എന്ത്, ഭൂമിയുടെ ഒരു ആകർഷണ അവസ്ഥ ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് മനസ്സും. ഭൂമി വിടുമ്പോ ഭൂമിയിലേക്ക് വരാൻ തോന്നുന്നുവെന്നാണ്. അതുപോലെ ഇതിൽ കൂടെ മറ്റൊരാൾ പറഞ്ഞത്, ബഹിരാകാശത്ത് നിന്ന് കണ്ട ഭൂമി തന്നെ അമ്പരിപ്പിച്ചു എന്ന് അതിൽ സംഘത്തിലെ മറ്റൊരു അംഗമായ ക്രിസ്റ്റീന കൗച്ച് പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഭൂമി മാത്രമല്ല, അതിനെ പൊതിഞ്ഞിരിക്കുന്ന കറുത്ത ശൂന്യതയും തന്നെ അത്ഭുതപ്പെടുത്തി. പ്രപഞ്ചത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു ജീവൻ രക്ഷാ ബോട്ട് പോലെയാണ് ഭൂമിയെന്നും അവർ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ അവിടെ പോയി അവിടുന്ന് നോക്കുമ്പോൾ, ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ അവർ പറഞ്ഞ വാചകങ്ങൾക്ക് ഒരു ജീവൻ രക്ഷാ ബോട്ട് പോലെ തോന്നി എന്നതാണ്. അപ്പൊ ഇവിടെ അവരെല്ലാവരും ഒരുമിച്ച് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഭൂമിയുടെ നിസ്സാരതയും അതിന്റെ സംരക്ഷണത്തിന്റെ ആവശ്യകതയും ഊന്നിക്കൊണ്ടാണ്. ഇതിപ്പോ മാത്രമല്ല, 1990 അതായത് വോയേജർ ബഹിരാകാശ പേടകം, അത് 1990 ഫെബ്രുവരി 14 അത് ഭൂമിയുടെ ചിത്രം അവർ ചിത്രീകരിച്ചത്. ആ ഒരു സംഭവത്തിലും തന്നെ അന്ന് അവർ പറഞ്ഞ വാചകങ്ങൾ ഇപ്പൊ നമ്മളൊന്ന് ഇതിലേക്ക് ചേർത്ത് വെക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. അതായത് എ വിഷൻ ഓഫ് ദ ഹ്യൂമൻ ഫ്യൂച്ചർ ഇൻ സ്പേസ് എന്നൊരു പുസ്തകം തന്നെ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ആ പുസ്തകത്തില് ഈ ചിത്രത്തെ കുറിച്ച്, അതായത് അവര് ആ കാലഘട്ടത്തിൽ പോയിട്ട് അവരെന്ത് ചെയ്തു, ഭൂമിയുടെ ഒരു ഫോട്ടോ എടുത്തു. ആ ഭൂമിയുടെ ഫോട്ടോ എടുത്തപ്പോ ഒരു നീല ഡോട്ട് പോലെ ഒരു അതായത് ഈ കാണുന്നത് ഭൂമിയാണ്, ഒരു നീല പുള്ളി, ഒരു നീല കുത്തു പോലെ, അങ്ങനെയാണ് കണ്ടത് എന്നുള്ളതാണ്. എന്നിട്ട് അതിലേക്ക് നോക്കിയിട്ട് അവർ പറയണത്, ആ പൊട്ടിലേക്ക് നോക്കൂ, അതാണ് നമ്മുടെ വീട്, അതാണ് നമ്മൾ, അതിൽ നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരും, നിങ്ങൾക്കറിയാവുന്ന എല്ലാവരും, നിങ്ങൾ കേട്ടിട്ടുള്ള എല്ലാവരും, ഉണ്ടായിരുന്ന ഓരോ മനുഷ്യനും അവരുടെ ജീവിതം ജീവിച്ചു തീർത്തു. ഒരു സൂര്യരശ്മിയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു പൊടിപടലം. പിന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ചിത്രം മനുഷ്യന്റെ അഹങ്കാരങ്ങളെ ചോദ്യം ചെയ്യുകയും ഈ വിശാലമായ പ്രപഞ്ചത്തിൽ നമ്മുടെ ഗ്രഹം എത്ര ചെറുതും ദുർബലവുമാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. പരസ്പരം കൂടുതൽ ദയയോടെയും സഹാനുഭൂതിയോടെയും പെരുമാറാനും നമുക്ക് അറിയുന്ന ഒരേ ഒരു വീടായ ഈ മങ്ങിയ നീലപ്പൊട്ടിനെ സംരക്ഷിക്കാനും ഈ ചിത്രം നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇത് ബഹിരാകാശ ഗവേഷണത്തിന്റെ ശാസ്ത്രീയ നേട്ടങ്ങൾക്കപ്പുറം മനുഷ്യന്റെ നിലനിൽപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു തത്വചിന്താപരമായ കാഴ്ചപ്പാട് നൽകി എന്നതാണ്. എത്ര കൃത്യമാണ് വാചകങ്ങൾ നോക്കൂ. ഇനി അതിലേക്ക് ചേർത്ത് വിശുദ്ധ ഖുർആൻ ഭൂമിയെക്കുറിച്ച് പറഞ്ഞ ചില ആയത്തുകൾ മാത്രം പറയാം, സമയമില്ലാത്തതിനെ ചുരുക്കി പറയാം. ഒന്ന്, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅ, നിങ്ങൾക്കായി ഭൂമിയെ ഒരു വിരിപ്പും ആകാശത്തെ ഒരു മേൽക്കൂരയുമാക്കിയവനത്രേ അവൻ. പിന്നെ നോക്കൂ നിങ്ങൾ, സൂറത്ത് മുൽക്കിൽ 67-ാം അധ്യായം 15-ാമത്തെ ആയത്ത്, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി, അവനത്രേ ഭൂമിയെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നവൻ, അതിനാൽ അതിന്റെ തോളുകളിൽ അഥവാ ദിക്കുകളിലൂടെ നിങ്ങൾ നടക്കുകയും അവന്റെ വിഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു കൊള്ളുക. സൂറത്ത് നബയിലെ 6 മുതൽ 7 വരെയുള്ള ആയത്ത്, അലം നജഅലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ, ഭൂമിയെ നാം ഒരു വിരിപ്പാക്കിയില്ലേ, പർവ്വതങ്ങളെ ആണികളുമാക്കിയിട്ടില്ലേ. 20-ാം അധ്യായം 53-ാമത്തെ ആയത്ത്,
അല്ലദീ ജഅല ലക്കുമുൽ അർള മഹ്ദൻ വസലക ലക്കും ഫീഹാ സുബുല, നിങ്ങൾക്കായി ഭൂമിയെ ഒരു തൊട്ടിലാക്കുകയും നിങ്ങൾക്കതിൽ വഴികൾ സൗകര്യപ്പെടുത്തുകയും ചെയ്തവൻ എത്രയാവൻ. 7-ാം അധ്യായം 10-ാമത്തെ ആയത്ത്. വലഖദ് മക്കന്നാകും ഫിൽ അർളി വജഅൽനാ ഫീകും ഫീഹാ മആയിശ ഖലീലൻ മാ തശ്കുറൂൻ, തീർച്ചയായും ഭൂമിയിൽ നാം നിങ്ങൾക്ക് സൗകര്യങ്ങൾ നൽകുകയും നിങ്ങൾക്ക് അവിടെ ജീവിത വിഭവങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു, കുറഞ്ഞ രൂപത്തിൽ മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. ഖലീലൻ മാ തശ്കുറൂൻ. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പൊ നോക്ക്, നിങ്ങൾ ഖുർആൻ ഭൂമിയെ കുറിച്ച് പറഞ്ഞത് അത് വിരിപ്പാണ്, അത് തൊട്ടിലാണ് എന്നൊക്കെ ആ രീതിയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. നേരത്തെ എഴുതിയ ആളുകള്, ഞാൻ ആ ബുക്കിൽ നിന്ന് വായിച്ചല്ലോ, ആ മങ്ങിയ നീല പൊട്ടിനെ അവര് പറഞ്ഞത് എന്താണ്, ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അഹങ്കാരം നമ്മൾ ഒഴിവാക്കി വളരെ വിനയാന്വിതരായി ഈ ഭൂമിയുടെ വിശാലത നമുക്ക് മനസ്സിലാവും, അതിന്റെ അനുഭവം നമുക്ക് ക്ലിയർ ആവും. ഇത് കൃത്യമായിട്ട് നേരിട്ട് പിന്നെ ബഹിരാകാശത്ത് പോയി അവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഭൂമിയുടെ ഈ ഒരു അവസ്ഥ അവർക്ക് മനസ്സിലാകുന്നത്. ഇതെത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുത്തും വായനയും അറിയാത്ത, ബഹിരാകാശത്തെ കുറിച്ച് കൃത്യമായി നിലക്ക് സയന്റിഫിക് ആയിട്ട് അറിയാൻ കഴിയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെയാണ് എന്ത് ചെയ്തത്, ഈ ഭൂമിയെ കുറിച്ച് ഇപ്പൊ ഇവർ പിന്നെ കണ്ട് പറഞ്ഞ സംഗതികൾ കൃത്യമായിട്ട് വരച്ചു കാണിക്കുന്നത്. അപ്പൊ എന്താ ചുരുക്കി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന്റെ കൂടെ എത്ര നമ്മൾ സഞ്ചരിക്കുന്നുവോ ആ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള സ്രഷ്ടാവിലേക്ക് സ്വാഭാവികമായും മനുഷ്യന്റെ ആ ഒരു ഫിത്രത്ത് എന്ന് പറയും, അവന്റെ പ്രകൃതി, അവന്റെ പ്രകൃതത്തിലുള്ളത് എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. അതാണ് ഈ ബഹിരാകാശ സംഘത്തിന്റെ ആ 4 ആളുകൾ വന്ന് ഇന്റർവ്യൂ കൊടുത്തപ്പോൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്ത്, ഇത് ഞങ്ങൾ വിനയാന്വിതരാകുന്നു, അഹങ്കാരം ഉപേക്ഷിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ മാത്രവാദികൾ ഈ ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് ദൈവമല്ലാന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇത് കൂടുതൽ ചർച്ച ചെയ്ത് പഠിക്കുമ്പോൾ ദൈവമുണ്ട് എന്നിടത്തേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അതുകൊണ്ട് ഈ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് മാനവരാശി കൂടുതൽ ഇതിന്റെ പിന്നിലുള്ള സ്രഷ്ടാവിനെ കുറിച്ച് അറിയണം. ഇപ്പൊ ഒരു വീട് നമ്മൾ കണ്ടാൽ ആ വീടിന്റെ ഭംഗി നമ്മൾ ആസ്വദിക്കുമ്പോൾ അതിന്റെ എഞ്ചിനീയർ ആരാണെന്നാണ് നമ്മൾ അന്വേഷിക്കുക. ഒരു വാഹനം നമ്മൾ കാണുമ്പോൾ അതിന്റെ കമ്പനി ഏതാണെന്ന് അന്വേഷിക്കുക. എന്നാൽ ഇതിനൊക്കെ അവസാനത്തൊക്കെ മനുഷ്യന്മാരിലേക്ക് എത്തുക, ആ മനുഷ്യനെ ആര് സൃഷ്ടിച്ചു, ഈ പ്രപഞ്ചത്തെ ആര് സൃഷ്ടിച്ചു എന്നിടത്തേക്ക് കൂടി മനുഷ്യന്റെ ചിന്തയും ചർച്ചയും പോകണം. അപ്പോഴേ മനുഷ്യനാകുന്നുള്ളൂ, ബുദ്ധിയുള്ളവനാകുന്നുള്ളൂ, അല്ലെങ്കിൽ വിഡ്ഢിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമല്ല.